മോളെ കരയാ ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഇന്ന് ന്യൂസ് കേട്ടിട്ടുണ്ടാവും. അഹമ്മദാബാദിൽ ഇന്ന് ഒരു വിമാന അപകടം ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമ്മുടെ ന്യൂസ് ചാനൽ മൊത്തം ആ ഒരു ന്യൂസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 242 പേര് ഉണ്ടായിരുന്ന ആ ഒരു വിമാനത്തിൽ. അതിൽ ഒരാൾ മാത്രം രക്ഷപ്പെട്ടു. ബാക്കി എല്ലാവരും തൽക്ഷണം മരിച്ചു. കാരണം അത്ര വലിയൊരു അപകടമാണ് ഉണ്ടായത്. അതിൽ നമുക്ക് വളരെയധികം ദുഃഖകരമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, രഞ്ജിത എന്ന് പറയുന്ന ഒരു 38-39 വയസ്സുള്ളൊരു സ്ത്രീ ഉണ്ടായിരുന്നു. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരു പത്തനംതിട്ടക്കാരിയാണ്. പുറത്തേക്ക് പോവുമായിരുന്നു, ജോലി ആവശ്യമായിട്ട് പോവുമായിരുന്നു. വളരെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു അവരുടെ വീട്ടിലൊരു രംഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ആ ഒരു മകളും 2 മക്കളും ഒരു പ്രായമായ അമ്മയും മാത്രമാണ് രഞ്ജിതയ്ക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ വീടെന്നൊരു സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടാണ് പുറത്തേക്ക് ജോലിക്ക് പോയത്. ഒരു നേഴ്സാണ്. വളരെയധികം ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുഞ്ഞു കരയുന്ന കണ്ടില്ല. അവൾ സ്കൂളിൽ നിന്ന് ആ ഒരു യൂണിഫോമിൽ തന്നെ സ്കൂളിൽ നിന്ന് വന്ന്, അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഇത് അമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന് കുഞ്ഞിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷെ അവൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. അമ്മയെ കാണണമെന്ന് പറഞ്ഞ് കരയുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കല്ലേ ചില സമയങ്ങൾ നമ്മൾ ചിന്തിച്ചു പോവും, ദൈവം ഇതൊന്നും കാണുന്നില്ലേ, എന്തിനാണ് ഇങ്ങനെയുള്ള ക്രൂരതകൾ ചെയ്യുന്നതെന്ന് നമ്മൾ ചിന്തിച്ചു പോവും. കാരണം ആ ഒരു ട്രെയിനിൽ സഞ്ചരിച്ച ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത്. ബാക്കി ആ ഒരു 241 പേരും മരിച്ചു. അതുപോലെ തന്നെ ഈ ഒരു വിമാനം തകർന്ന് വീഴുന്നത് ഒരു ഹോസ്റ്റലിലേക്കാണ്. അവിടെയുള്ള 5 വിദ്യാർത്ഥികളും മരിച്ചു. എന്തായാലും വളരെ പറയുക, നമ്മൾ ഞെട്ടിപ്പോകുന്ന രീതിയിലുള്ള ഒരു ദുരന്തം തന്നെയായിരുന്നു. ആ ഒരു വിമാനം പുറപ്പെട്ട് ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ അത് പൊട്ടിത്തെറിക്കുകയായിരുന്നു. എന്താണ് അതിൻ്റെ കാരണമെന്ന് ഒന്നും അറിയില്ല. എന്തായാലും ആ ഒരു മരണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട അവർക്കെല്ലാവർക്കും ഹൃദയത്തിൽ നിന്ന് ഉള്ള ഒരു ആദരാഞ്ജലികൾ. അതോടൊപ്പം തന്നെ ആ ഒരു അവർക്കൊക്കെ കുടുംബവും കുട്ടികളും ഒക്കെ ഉള്ളതാണല്ലോ, അവരൊക്കെ എങ്ങനെ ഈ ഒരു ദുരന്തത്തെ സഹിക്കും? ഇപ്പം എന്തായാലും ഈ മരണപ്പെട്ടവർക്ക് എല്ലാവർക്കും 1 കോടി രൂപ വീതം ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ ആ ഒരു മരണപ്പെട്ട ആൾക്കാർക്ക് പകരാവില്ലല്ലോ. ഇപ്പം ഈ കുഞ്ഞുങ്ങൾ കരഞ്ഞാണ്ടില്ല, അവർക്ക് അവരുടെ അമ്മയാകുമോ? ആ ഒരു 1 കോടി രൂപ കിട്ടിയതുകൊണ്ട് ആ അമ്മയെ തിരിച്ചു കിട്ടുമോ? ഒരിക്കലും ഇല്ല അല്ലേ. ആ ഒരു കുഞ്ഞുങ്ങൾക്ക് അവരുടെ അമ്മയെ നഷ്ടമായി. വളരെയധികം ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മളൊക്കെ അഹങ്കരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അങ്ങും പോരെടുക്കുന്നതും അഹങ്കരിക്കുന്നതും ഒക്കെ എന്തിനു വേണ്ടിയിട്ട്? ഇത്രയൊക്കെ ഉള്ളൂ. ഒട്ടും പ്രതീക്ഷിക്കാതെ പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ടല്ലേ ഒരു വീട് എന്ന സ്വപ്നമായിട്ടാണ് രഞ്ജിത ആ ഒരു യാത്ര പുറപ്പെട്ടത്. പക്ഷെ അത് ഈ ഒരു രീതിയിൽ ഒരു ദുരന്തമാവുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല അല്ലേ. ഇന്നലെ മറ്റോ ആണ് രഞ്ജിത പോയത്. അപ്പോൾ വിമാനത്തിൽ കയറുന്നതിന് മുന്നേ വീട്ടിലേക്ക് വിളിച്ച് സംസാരിച്ചിരുന്നു. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്കാണ് ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകുന്നത്. എന്തായാലും ആ ഒരു ദുരന്തത്തിൽ മരണപ്പെട്ട എല്ലാവർക്കും ആദരാഞ്ജലികൾ നേരുന്നു. അതോടൊപ്പം തന്നെ അവരുടെ കുടുംബത്തിന് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല അല്ലേ. നമ്മൾ ആ ഒരു ന്യൂസ് ചാനലിൽ ഈ ഒരു വിമാനം പൊട്ടിത്തെറിക്കുന്ന ആ ഒരു രംഗം കാണുമ്പോൾ തന്നെ എന്താണ് വലിയൊരു തീഗോളം പോലെയാണ്. സത്യം പറഞ്ഞാൽ ന്യൂസ് ചാനലൊക്കെ കാണിക്കുന്നുണ്ട് ഈ മരണപ്പെട്ടവരുടെയൊക്കെ ആ ഒരു മൃതശരീരങ്ങളൊക്കെ കാണുമ്പോൾ എൻ്റെ പൊന്നോ സഹിക്കാൻ കഴിയുന്നില്ല. അത്രത്തോളം കത്തിക്കരിഞ്ഞു പോയ നിലയിലാണ്. എന്താന്ന് പറഞ്ഞാൽ എല്ലാം സഹിക്കാനുള്ള ശക്തിയും സഹനശക്തിയൊക്കെ അവരെ കുടുംബത്തിന് കൊടുക്കട്ടെ. അതോടൊപ്പം തന്നെ ഇപ്പം നമ്മൾ കണ്ടല്ലോ, നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരു മലയാളി ഉണ്ടായിരുന്നു, രഞ്ജിത എന്ന് പറയുന്ന. അവരുടെ കുടുംബത്തിനും എല്ലാം സഹിക്കാനുള്ള ഒരു കരുത്ത് കിട്ടട്ടെ. പ്രത്യേകിച്ച് ആ കുഞ്ഞുങ്ങളെയൊക്കെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും? ആ ഒരു പെൺകുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടില്ല. എന്തായാലും എല്ലാം സഹിക്കാനുള്ള ഒരു മനസ്സ് ഈശ്വരൻ അവർക്ക് കൊടുക്കട്ടെ. അല്ലാതെ നമ്മൾ എന്ത് പറയാനാണ്?